പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. സൊല്യൂഷൻ്റെ രണ്ട് ഭാഗങ്ങളായ സോൾവെൻ്റ് എന്താണ്, സൊല്യൂട്ട് എന്താണ്, സൊല്യൂഷനെ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ കുറിച്ചാണ്. എന്താണ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടേം തന്നെയാണ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ചായയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ പറയും, ഓ ചായക്ക് മധുരം വളരെ കുറവാണല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ചായയിലുള്ള ഷുഗറിൻ്റെ അളവ് വളരെ കുറവാണ്. കെമിസ്ട്രിയുടെ ടേമിൽ പറയുകയാണെങ്കിൽ ഇതിനെ തന്നെയാണ് നമ്മൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ അളവ്, ചായ എന്ന സൊല്യൂഷനിലുള്ള സൊല്യൂട്ടായ ഷുഗറിൻ്റെ അളവ് അല്ലേ, എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. എന്നാൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തു, ഒരു ഗ്ലാസ് നിറയെ വെള്ളം എടുത്തു. അതുപോലെ ഒരു ബക്കറ്റ് നിറയെ വെള്ളം എടുത്തു. രണ്ടിലേക്കും ഒരേ എമൗണ്ട് സൊല്യൂട്ട് ആഡ് ചെയ്തു, ഒരേ എമൗണ്ട് ഷുഗർ ആഡ് ചെയ്തു. രണ്ടിലേക്കും ഓരോ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു, അതുപോലെ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. രണ്ടിലുമുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ഈക്വൽ ആണ്. എന്നാൽ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ ഒരുപോലെയാണോ? അല്ല. അപ്പോൾ നമ്മളിവിടെ എന്താണ് വ്യത്യാസം വന്നത്? സോൾവെന്റിന്റെ അളവിൽ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ പറയുമ്പോൾ അവിടെ എന്തുകൂടെ സ്പെസിഫൈ ചെയ്യണം? സോൾവെന്റിന്റെ എമൗണ്ട് കൂടെ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റ് അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടേമുകളാണ്. പലതും നിങ്ങൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചത് തന്നെയാണ്, എന്നാലും അതൊന്നുകൂടെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്ന് 7 കോൺസെൻട്രേഷൻ ടേമുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ ppm, മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ. ഇത്രയും കോൺസെൻട്രേഷൻ ടേമുകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ അതിലാദ്യം മാസ് പെർസെൻറ്റേജ്. എന്താണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാസിന്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ കാണുന്നത്. എന്തിന്റെ മാസ്? സൊല്യൂട്ടിന്റെ മാസിന്റെ പെർസെൻറ്റേജ് അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കാണുന്നത്? മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ കോമ്പണന്റ് ഇൻ ദ സൊല്യൂഷൻ. മാസ് ഓഫ് ദ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ കോമ്പണന്റ് ഏതാണ്? സൊല്യൂട്ട് അല്ലേ? മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സോൾവെന്റ് പ്ലസ് മാസ് ഓഫ് സൊല്യൂട്ട്, അതാണ് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ? ഇൻറ്റു 100. പെർസെൻറ്റേജ് കാണുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. 5 gram sugar dissolved in 95 gram of water. 5 gram sugar dissolved in 95 gram of water. ഇവിടെ ആരാണ് സൊല്യൂട്ട്? ഷുഗർ ആണ് ഇവിടെ സൊല്യൂട്ട്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെന്റ് വരും. 95 പ്ലസ് 5 ഇൻറ്റു 100 എത്ര വരും? 5%. ഓക്കെ. ഇനി സാധാരണ നമ്മൾ മാസ് പെർസെൻറ്റേജ് സാധാരണ പറയുന്നത് കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫീൽഡുകളിലൊക്കെയാണ്. ഇനി അടുത്തത് വോളിയം പെർസെൻറ്റേജ്. വോളിയം പെർസെൻറ്റേജ്
സാധാരണ ഉപയോഗിക്കുന്നത്? ലിക്വിഡ് ഫോമിലാണ് നമ്മുടെ സൊല്യൂട്ടും സോൾവെന്റുമെങ്കിൽ. സൊല്യൂട്ടും സോൾവെന്റും ലിക്വിഡ് ഫോമിലാണെങ്കിലാണ് നമ്മൾ വോളിയം പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വോളിയം പെർസെൻറ്റേജ് കാണുന്നതെന്ന് നോക്കാം. വോളിയം പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കോമ്പണന്റ് ഇൻ ദ സൊല്യൂഷൻ. That means volume of the solute in the solution divided by total volume of the solution. Total volume of the solution എന്ന് പറയുമ്പോൾ volume of the solvent plus volume of the solute into 100 അല്ലേ? അപ്പം വോളിയം ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 എന്ന് വരും. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 25 ml of ethanol dissolved in 75 ml of water. 25 ml of ethanol dissolved in 75 ml of water. ഇവിടെ ശ്രദ്ധിക്കുക, എത്തനോൾ ആൻഡ് വാട്ടർ രണ്ടും എന്താണ്? രണ്ടും ലിക്വിഡ് ഫോമിലാണ്, എത്തനോളും വാട്ടറും. അപ്പോൾ നമുക്കിവിടെ വോളിയം പെർസെൻറ്റേജ് ഉപയോഗിച്ച് കോൺസെൻട്രേഷൻ കാണാൻ പറ്റും. വോളിയം പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ട് ആരാണ്? എത്തനോൾ ആണ് ഇവിടുത്തെ സൊല്യൂട്ട്. എത്രയാണ് അതിന്റെ വോളിയം? 25 അല്ലേ? 25 ml ആണ്. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ 25 പ്ലസ് 75 ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? 25% വരും. ഓക്കെ, ഇനി അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സാധാരണ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡുകളിലാണ് ഈ കോൺസെൻട്രേഷൻ ടേം ഉപയോഗിക്കുക. അതായത് മെഡിസിൻസിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജിലാണ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കാണാൻ ഇവിടെ നിങ്ങൾക്ക് പേരിൽ തന്നെയുണ്ട്. മുകളിൽ വരുന്നത് മാസ് ആണ്, താഴെ വരുന്നത് വോളിയം ആണ്. അപ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 അല്ലേ? മുകളിൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ സാധാരണ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡുകളിലാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ കോൺസെൻട്രേഷൻ ടേം ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ള കോൺസെൻട്രേഷൻ ടേം ആണ് പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ PPM. ഇത് നിങ്ങൾ +1 ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ടേമാണ്. എവിടെയാണ്? നിങ്ങൾ എൻവയോൺമെന്റൽ കെമിസ്ട്രിയിലൊക്കെ അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂട്ടന്റിന്റെ അളവ് മെഷർ ചെയ്യുന്നതൊക്കെ PPM-ലാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് PPM ഉപയോഗിക്കുന്നത്? PPM എന്ന കോൺസെൻട്രേഷൻ ടേം നമ്മൾ ഉപയോഗിക്കുന്നത് സൊല്യൂട്ടിന്റെ അളവ് വളരെ മൈന്യൂട്ട് ആണെങ്കിൽ, വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സൊല്യൂട്ട് ഉള്ളൂവെങ്കിൽ, നമുക്ക് മൊളാലിറ്റി പോലെയുള്ള ടേമുകളിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് വളരെ വളരെ ചെറിയ വാല്യൂ, നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നതിലും ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ടേം ആണ് പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ PPM. PPM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ പാർട്സ് ഓഫ് ദ കോമ്പണന്റ്. ഇവിടെ പാർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് ആവാം, വോളിയം ആവാം, ഏത് ടേം വെച്ചിട്ടും നമുക്ക് പറയാം. ടോട്ടൽ പാർട്സ് ഓഫ് ദ കോമ്പണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കോമ്പണന്റ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶. അപ്പോൾ ഇനി നമ്മൾ മാസ് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ പറയാം മാസ് ഓഫ് ദ കോമ്പണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വോളിയം വെച്ച് നമുക്ക് PPM പറയാം. പാർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് ഓർ വോളിയം ആവാം. അപ്പോൾ നമ്മൾ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ PPM എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ടേം ഉപയോഗിക്കുന്നത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ അളവ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂവെങ്കിലാണ് PPM ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂട്ടന്റിന്റെ അളവ് മെഷർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ സീ വാട്ടറിലുള്ള ഓക്സിജൻ കണ്ടന്റിന്റെ അളവ് മെഷർ ചെയ്യുന്നത്, അതൊക്കെ വളരെ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് PPM എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ടേം ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ് മോൾ ഫ്രാക്ഷൻ. കൈ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മോൾ ഫ്രാക്ഷൻ നിങ്ങൾ +1 ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും മോൾ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട്. എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കോമ്പണന്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കോമ്പണന്റ് ഇൻ ദ സൊല്യൂഷൻ അല്ലേ? ഇപ്പോൾ
ഞാനൊരു ബൈനറി സൊല്യൂഷൻ എടുത്തു. എ ബി എന്നീ രണ്ട് കോമ്പണൻസ്, എ എന്ന് പറയുന്ന സോൾവെന്റും ബി എന്ന് പറയുന്ന സൊല്യൂട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ എയുടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ അല്ലെങ്കിൽ സോൾവെന്റിനെ നമ്മൾ Na എന്നെടുത്താൽ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ Nb എന്നെടുത്താൽ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ Chi A is equal to Na, number of moles of A divided by Na plus Nb. That means total number of moles. അല്ലേ? അപ്പോൾ it is the ratio of number of moles of one component to total number of moles. ഇനി Chi B എങ്ങനെ പറയാം? Chi B is equal to Nb divided by Na plus Nb. അല്ലേ? ഇനി അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു റിലേഷനാണ്, ഒരു സൊല്യൂഷനിലുള്ള എല്ലാ കോമ്പണന്റുകളുടെയും മോൾ ഫ്രാക്ഷന്റെ സമ്മ് എപ്പോഴും 1 ആയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ബൈനറി സൊല്യൂഷൻ ആണ് എടുത്തത്, രണ്ട് കോമ്പണൻസ് ആണ് അതിലുള്ളത്, എയും ബിയും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മോൾ ഫ്രാക്ഷൻ Chi A plus Chi B ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ മോൾ ഫ്രാക്ഷൻ നമുക്ക് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസായ വേപ്പർ പ്രഷർ പോലെയുള്ള ഒരുപാട് സംഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പല റിലേഷൻഷിപ്പ് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ വരുന്ന ഭാഗങ്ങളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പഠിച്ചു. ഇനി അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാരിറ്റി. ക്യാപിറ്റൽ ലെറ്റർ M വെച്ചിട്ടാണ് മൊളാരിറ്റി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, molarity is defined as the number of moles of solute dissolved in 1 kilogram of solution. 1 liter of solution. അല്ലേ? 1 liter of solution molarity. ഒരു ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ്, 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് N എന്നെടുത്തു കഴിഞ്ഞാൽ, ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈസ് ടേക്കൺ ആസ് സ്മോൾ ലെറ്റർ N ആൻഡ് വോളിയം ഓഫ് സൊല്യൂഷൻ ഈസ് V. ക്യാപിറ്റൽ ലെറ്റർ V ആയിട്ട് നമ്മൾ വോളിയം ഓഫ് സൊല്യൂഷനും എടുത്താൽ മൊളാരിറ്റി M ഈസ് ഈക്വൽ ടു N ബൈ V. അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇനി എങ്ങനെയാണ് N കാണുന്നത്, നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾക്കറിയാം. മാസ് ഓഫ് ദ സൊല്യൂട്ട് WB ആയിട്ട് എടുത്താൽ, സൊല്യൂട്ടിന്റെ മാസ് WBയും മോളിക്കുലാർ മാസ് MBയുമായിട്ട് എടുത്താൽ നമുക്ക് Nന് പകരം WB ബൈ MB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലേ? N ഈസ് ഈക്വൽ ടു WB ബൈ MB എന്ന് കൊടുക്കാം. അപ്പൊ മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M ഈസ് ഈക്വൽ ടു WB ബൈ MB ഇൻറ്റു 1000 ബൈ V ഇൻ ml, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ml. അത് ലിറ്ററിലാണെങ്കിൽ നമുക്ക് ഈ 1000ന്റെ ആവശ്യമില്ല. ഇനി അത് മില്ലി ലിറ്ററിലാണെങ്കിൽ നമുക്കതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1000 കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB ബൈ MB ഇൻറ്റു 1000 ബൈ V ഇൻ ml. ഇനി അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാലിറ്റി. സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ് നമ്മൾ മൊളാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് എന്നാണ് പറയുന്നത്. നമുക്കിവിടെ ചെറിയൊരു വ്യത്യാസമാണുള്ളത്. മറ്റിടത്ത് മൊളാരിറ്റി ആണ് നമ്മൾ മറ്റിടത്ത് പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ M വെച്ചിട്ട്, ഇവിടെ മൊളാലിറ്റി സ്മോൾ ലെറ്റർ M വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റിടത്ത് നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആയിരുന്നു, ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. അല്ലേ? അപ്പൊ മൊളാലിറ്റി അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ M വെച്ച് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. അല്ലെ? സോൾവെന്റിന്റെ വെയിറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. 1 കിലോഗ്രാം ഓഫ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ മൊളാലിറ്റി M ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് N ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അതിന് നമുക്ക് WA എന്ന് കൊടുക്കാം.
ഓക്കെ, അപ്പൊ മാസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ WB-യും മാസ് ഓഫ് സോൾവെന്റ് നമ്മൾ WA-യും കൊടുത്താൽ നമുക്ക് എങ്ങനെ മൊളാലിറ്റിയുടെ ഇക്വേഷൻ എഴുതാം? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു WB/MB. മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിന് പകരം നമുക്ക് MB എന്ന് കൊടുക്കാം. WB/MB ഇൻറ്റു 1000/WA. ഇവിടെ WA ഗ്രാമിലായിരിക്കണം. ഇനി WA കിലോഗ്രാമിലാണെങ്കിൽ ഈ 1000ന്റെ ആവശ്യമില്ല. WA കിലോഗ്രാമിലാണെങ്കിൽ നമുക്കതിന് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1000 കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു WB/MB ഇൻറ്റു 1000/WA ഇൻ ഗ്രാം. ഓക്കെ, അപ്പൊ നമ്മൾ 7 കോൺസെൻട്രേഷൻ ടേമുകൾ പഠിച്ചു. ഇനി ഈ കോൺസെൻട്രേഷൻ ടേമുകളിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയവ ഏതൊക്കെയാണ്? എക്സാമിന് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരും. ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് വാരി ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേമുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വോളിയം ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയ ഫംഗ്ഷൻ ആണ് അല്ലേ? ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് വോളിയം മാറാം. അതുകൊണ്ട് വോളിയം വരുന്ന ഏതൊക്കെ കോൺസെൻട്രേഷൻ ടേമുകൾ ഉണ്ടോ അതെല്ലാം ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഏതൊക്കെയാണ് വോളിയം വരുന്ന കോൺസെൻട്രേഷൻ ടേമുകൾ? വോളിയം പെർസെൻറ്റേജ് അല്ലേ, അതുപോലെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പിന്നെ മൊളാരിറ്റി, ക്യാപിറ്റൽ ലെറ്റർ M, മൊളാരിറ്റി. അതിലെന്താ വരുന്നത്? അതിൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്ന് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, മൊളാരിറ്റി, ഇത് മൂന്നും എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയ കോൺസെൻട്രേഷൻ ടേമുകളാണ്. എന്നാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് അല്ലാത്തത്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയ കോൺസെൻട്രേഷൻ ടേമുകൾ ഏതൊക്കെയുണ്ട്? മൊളാലിറ്റി, അവിടെ വോളിയം വരുന്നില്ല. മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്, ഇവിടെ ഒന്നും വോളിയം എന്ന് പറയുന്ന ടേം വരുന്നില്ല. അതുകൊണ്ട് അത് മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ് ഇതൊക്കെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയ കോൺസെൻട്രേഷൻ ടേമുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടേമുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് സോലുബിലിറ്റിയാണ്. ഒരു സൊല്യൂഷന്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.